നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒരു ദിവസത്തിൽ ആകെ തിക്കും തിരക്കുള്ള ചില ദിവസങ്ങളുണ്ടാവും നമുക്ക്. ഫോൺ റിങ് ചെയ്യുമ്പോഴാവും ഒരു കാര്യം പെട്ടെന്ന് ഓർമ്മ വരിക. എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാവും വേറൊരു കാര്യം ഓർമ്മ വരിക. അങ്ങനെ വരുമ്പോൾ എനിക്ക് എല്ലാം കൂടി ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു തോന്നൽ വരും. പക്ഷേ ഒരു സത്യം പറയട്ടെ, നിങ്ങൾ അവിടെ വീക്കല്ല, നിങ്ങൾ ഓവർലോഡഡ് ആണ്. ഒരുപാട് റോളുകൾ, ഒരുപാട് എക്സ്പെക്റ്റേഷൻസ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സിമ്പിളാണ്, പക്ഷേ പവർഫുൾ ആയിട്ടുള്ളൊരു നാമമാണ്. ചതുർബാഹു സമന്വിത. ഇത് ഒരു ദേവിയുടെ രൂപം മാത്രമല്ല, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കണ്ണാടി കൂടിയാണ്. അവസാനം വരെ കേൾക്കൂ, കാരണം ഈ നാമം നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതം കൈകാര്യം ചെയ്യാനുള്ള ഇന്നർ ബാലൻസാണ്. ചതുർബാഹു സമന്വിത. ചതുർ 4, ബാഹു കൈകൾ, സമന്വിത പൂർണ്ണമായി സജ്ജമായത്. 4 കൈകളുള്ള പൂർണ്ണമായ ദേവി. പക്ഷേ നിത്യജീവിതത്തിൽ ഇതിൻ്റെ സന്ദേശം വേറെയാണ്. ജീവിതത്തിൽ നമ്മൾ പല റോളുകൾ ചെയ്യണം. വീട്ടിൽ, ജോലിയിൽ, ബന്ധങ്ങളിൽ, നമ്മുടെ മനസ്സിൽ. ഈ നാമം ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾക്ക് കഴിവ് കുറവല്ല, നിങ്ങൾ ഓൾറെഡി ഒരുപാട് കഴിവുള്ളവരാണ്. 4 കൈകൾ എന്നത് പ്രഷറല്ല, അത് ഇന്നർ കപ്പാസിറ്റിയാണ്. ഒരു ചെറിയ കഥ പറയാം. ലോകം അസന്തുലിതമായിരുന്നു. ദേവന്മാർ വിഷമത്തിലും. ശക്തി വേണ്ട സമയമായിരുന്നു. ദേവി പ്രത്യക്ഷപ്പെട്ടു. ഒരു കുഞ്ഞിനെ പോലെയല്ല വന്നത്. ദേവി വന്നത് തന്നെ പൂർണ്ണമായി ശക്തിയായി 4 കൈകളോടുകൂടി. ചതുർബാഹു സമന്വിത. ഈ 4 കൈകൾ വെറും രൂപസൗന്ദര്യമല്ല, ഇതൊരു സന്ദേശം കൂടിയാണ്. ദേവി നമ്മളോട് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങൾ ഒരേ സമയം വരും. കുടുംബം, കുട്ടികൾ, ജോലി, മനസ്സ്. അപ്പോൾ നമ്മൾ തളരും. പക്ഷേ ദേവിയുടെ 4 കൈകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കഴിവ് കുറവല്ല, നിങ്ങൾ പൂർണ്ണമായി സജ്ജയാണ്. പിന്നെ ആ 4 കൈകളിൽ ദേവി പിടിച്ചിരിക്കുന്നതും ഓരോ സിമ്പിളാണ്. ഒരു കൈയിൽ പാശം, മനസ്സ് കൈവിട്ടു പോകുമ്പോൾ തിരിച്ചു പിടിക്കാൻ. ഒരു കൈയിൽ അങ്കുശം, ചിന്തകൾ വഴിതെറ്റുമ്പോൾ നയിക്കാൻ. ഒരു കൈയിൽ വില്ല്, നമ്മുടെ ഇൻറ്റൻഷൻ ശക്തമാക്കാൻ. ഒരു കൈയിൽ പുഷ്പബാണം, ഭാവനകളെ മൃദുവായി മാറ്റാൻ. ഇത് യുദ്ധമല്ല, ഇത് ഇന്നർ ലൈഫാണ്. ഇന്നത്തെ വലിയ പ്രശ്നം ജോലി മാത്രമല്ല, മെൻ്റൽ ലോഡാണ്. മനസ്സിൽ കണ്ടിന്യൂസ്ലി ക്യാരി ചെയ്യുന്ന ഒരു കാണാത്ത ലിസ്റ്റുണ്ട്. ഇത് ചെയ്യണം, അത് മറക്കരുത്. അവരെന്തു പറയും? കുട്ടിയുടെ ഫ്യൂച്ചർ, ഞാൻ അത്ര പോരാ. ഇത് ബ്രെയിനിനെ ടയേർഡാക്കും. പുറത്ത് നമ്മൾ നോർമലായി കാണാം, പക്ഷേ ഉള്ളിൽ എക്സോസ്റ്റഡ് ആണ്.
ചതുർബാഹു നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കപ്പാസിറ്റി ഉണ്ടെങ്കിലും മനസ്സിന് വിശ്രമം വേണം. 4 കൈകൾ എന്നത് മോർ പ്രഷർ അല്ല, മോർ സപ്പോർട്ടാണ്. ഇത് നമ്മളോട് പറയുന്നത് നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ ഉള്ളിൽ ശക്തിയുണ്ട്. ഒരമ്മയുടെ ജീവിതം ഉദാഹരണമായി എടുത്തു നോക്കാം. പലപ്പോഴും ശാരീരിക അധ്വാനത്തേക്കാൾ ഇമോഷണൽ വർക്കാണ് അവിടെ. കുട്ടിയുടെ മൂഡ് അമ്മയുടെ മനസ്സിൽ വരും. കുട്ടി അപ്സെറ്റ് ആണെങ്കിൽ അമ്മയ്ക്കുമുള്ളിൽ ഡിസ്റ്റർബൻസ്. പിന്നെ ഉള്ളിൽ നിന്നൊരു ചോദ്യം വരും, ഞാൻ ശരിയായിട്ട് തന്നെയല്ലേ കുട്ടിയെ വളർത്തുന്നത്? പക്ഷേ ചതുർബാഹു ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് അമ്മയുടെ ശക്തി എല്ലാം ചെയ്യുന്നത് അല്ല, പ്രസൻസാണ്. കുട്ടിക്ക് ഒരു പെർഫെക്റ്റ് മദറിനെ അല്ല ആവശ്യം, സ്റ്റേബിൾ മദറിനെ മതി. ഒരു ദീർഘശ്വാസം, ഒരു കാം റെസ്പോൺസ്. അമ്മ സ്റ്റഡി ആകുമ്പോൾ കുട്ടിക്ക് സുരക്ഷ തോന്നും. ഇതാണ് ചതുർബാഹു എനർജി. ബന്ധങ്ങളിലും തെറ്റുകൾ പറ്റാം. എല്ലാം നമ്മൾ തന്നെ നിയന്ത്രിക്കണം എന്ന് തോന്നും. എല്ലാവർക്കും സമാധാനം വേണം. ഇത് നമ്മളെ എക്സോസ്റ്റഡ് ആക്കും. ചതുർബാഹു ഇവിടെ പഠിപ്പിക്കുന്നത് നിയന്ത്രിക്കാതെ തന്നെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. 4 കൈകൾ പോലെ. ഒരു കൈ കെയർ, ഒരു കൈ ബൗണ്ടറി, ഒരു കൈ സൈലൻസ്, ഒരു കൈ സെൽഫ് റെസ്പെക്റ്റ്. ബന്ധത്തിൽ ബാലൻസ് വരുന്നത് വാക്കുകൾ കൂടുതലായതുകൊണ്ടല്ല, പ്രസൻസ് സ്റ്റഡി ആയതുകൊണ്ടാണ്. ലവ് എന്ന് പറഞ്ഞാൽ ഹോൾഡിങ്, നോട്ട് ഹോൾഡിങ് ടു ടൈറ്റ്. അതാണ് ഇമോഷണൽ ബാലൻസ്. ഇനി ജോലിയിലെ കാര്യമാണെങ്കിൽ, ജോലിയിൽ പ്രഷർ വരുമ്പോൾ പലപ്പോഴും ജോലി തന്നെ പ്രശ്നമാണെന്ന് തോന്നും. നമ്മുടെ ഐഡൻറ്റിറ്റി തന്നെ പ്രശ്നമാണെന്ന് തോന്നും. ഉള്ളിൽ പറയും, ഞാൻ സക്സസ്ഫുൾ ആണോ? ഞാൻ വാല്യുബിൾ ആണോ? എനിക്ക് ബഹുമാനം കിട്ടുമോ? ഒരു ചെറിയ തെറ്റ് പോലും ഉള്ളിൽ വലിയ പ്രശ്നമായിട്ട് തോന്നും. പക്ഷേ ചതുർബാഹു ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് യു ആർ മോർ ദാൻ പെർഫോമൻസ്. നിങ്ങളുടെ വാല്യൂ ഒരു ഡെഡ് ലൈനിൽ മാത്രമല്ല, നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ട്. ഈവൻ വെൻ യു പോസ്. വർക്ക് ചെയ്യുമ്പോൾ എഫേർട്ട് വേണം, പക്ഷേ സെൽഫ് വർത്ത് വർക്കിൽ നിന്ന് മാത്രം വരരുത്. അതാണ് ഇന്നർ ബാലൻസ്. ഇനി ശരീരത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, സ്ട്രെസ് മനസ്സിൽ മാത്രമല്ല ശരീരത്തിലും ഇരിക്കും. നമ്മളറിയാതെ തന്നെ ഷോൾഡേഴ്സ് ടൈറ്റ് ആവും, ഉറക്കത്തിനെ ഡിസ്റ്റർബ് ചെയ്യും, ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഇറിറ്റേഷൻസ്. ഇത് നെർവസ് സിസ്റ്റം ഓവർലോഡാണ്. 4 കൈകൾ എന്നത് മൈൻഡിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ശരീരത്തിനും സപ്പോർട്ടാണ്. നമ്മൾ കാമാകുമ്പോൾ ബോഡി റിലാക്സ് ചെയ്യും. ബോഡി റിലാക്സ് ആകുമ്പോൾ മൈൻഡ് സ്റ്റഡി ആകും. അതാണ് ബാലൻസ്. ഒരു സിമ്പിൾ ഡെയിലി പ്രാക്ടീസ്. ഇത് രാത്രി ചെയ്യാനുള്ളതാണ്. ഉറങ്ങുന്നതിന് മുമ്പ് 1 മിനിറ്റ് മാത്രം
ഉള്ളിൽ ചോദിക്കൂ, ഇന്നത്തെ ദിവസം ഞാൻ കൊണ്ടു നടന്ന ചിന്തകൾ ഏതൊക്കെയാണ്? പലപ്പോഴും നമ്മൾ കൊണ്ടു നടക്കുന്നത് ജോലിക്കാര്യം മാത്രമല്ല. കുറ്റബോധം, ടെൻഷൻ, ആരുടെയെങ്കിലും വാക്കുകൾ. ഇനി ചോദിക്കൂ, ഇതിലേതാണ് ഞാൻ നാളെ ചെയ്യേണ്ടത്? ഇതിലേതാണ് എനിക്ക് വിടാൻ കഴിയുന്നത്? 4 കൈകൾ എന്നത് പിടിച്ചിരിക്കാൻ മാത്രമല്ല, ചിലത് വിട്ടേക്കാനുമുള്ളതാണ്. ഈ ചെറിയ പ്രാക്ടീസ് മൈൻഡിനെ ലൈറ്ററാക്കും. ഇപ്പോൾ ഒരു മൊമെൻറ്റ് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ചോദിക്കാം, സൈലൻ്റായിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ടോ? പുറത്ത് ചിരി, ഉള്ളിൽ ഭാരം. ചിലപ്പോഴൊക്കെ നമ്മൾ പറയില്ല, പക്ഷേ മനസ്സ് തളരും. ഈ നാമം ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ട്, സപ്പോർട്ടുണ്ട്, നിങ്ങൾ വീക്കല്ല. ഇനി ഒരു ചെറിയ ബ്രീത്ത്, ഒരു ചെറിയ സോഫ്റ്റ്നെസ്. അതാണ് ശക്തി. ചതുർബാഹു സമന്വിത ഒരു റിമൈൻഡറാണ്. ലൈഫ് ഭാരമായി തോന്നുമ്പോൾ നമ്മൾ ഉടഞ്ഞു പോകേണ്ടതില്ല. ഇന്നൊരു കാര്യം മാത്രം ഓർമ്മിക്കൂ, നിങ്ങൾക്ക് ഒരുപാട് കൈകൾ വേണ്ട, നിങ്ങൾക്ക് ഒരുപാട് ജെൻറ്റിൽനെസ് വേണം. പൂർണ്ണമായി പ്രസൻറ്റിൽ ജീവിച്ചാൽ ജീവിതം തന്നെ ലൈറ്ററാകും. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതാവശ്യമുള്ള ഒരാൾക്ക് ഷെയർ ചെയ്യുക.